പശ്ചിമ ബംഗാളിൽ മമതയ്ക്കും കേരളത്തിൽ സഖാവ് പിണറായി വിജയനും തമിഴ്നാട്ടിൽ ശ്രീ എം കെ സ്റ്റാലിനും എതിരായ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിച്ചപ്പോൾ അസമിലെ ഹിമന്ത വിശ്വ ശർമ്മയ്ക്കെതിരെ അത് പ്രവർത്തിക്കാതിരുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ്. BJP ഭരിക്കുന്ന അസാമിൽ ഇതേ SIR നടപ്പാക്കിയില്ല. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ മാത്രമേ ഇത് നടപ്പാക്കിയതും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട ഏകദേശം 500 ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലം മാറ്റി. ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർമാർ, SP-മാർ എന്നിവരുൾപ്പെടെ മുകൾ തട്ടിലെ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത് നടന്നു. ഈ തവണ വോട്ട് ചെയ്യാനായില്ലെങ്കിലും അടുത്ത തവണ ചെയ്യാമല്ലോ എന്ന കോടതിയുടെ പരാമർശം ഏറെ വിമർശിക്കപ്പെട്ടിരിക്കുകയാണ്. ഏവർക്കും സ്നേഹവന്ദനം. ഇലക്ഷനെല്ലാം കഴിഞ്ഞു, റിസൾട്ട് പബ്ലിഷ് ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാർ ചാർജ് എടുത്തു. വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ ഇതിനോടകം വളരെ പരസ്യമായിട്ട് തന്നെ എന്തിനാണ് അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, അവർക്ക് അവരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്നുള്ള ചോദ്യവുമായിട്ടൊക്കെ മുന്നോട്ട് വരികയും പോസ്റ്റുകളിലൊക്കെ അത് ധാരാളമായിട്ട് കുത്തി നിറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. വളരെ സന്തോഷമുണ്ട്. അങ്ങനത്തെ ആ ചോദ്യത്തിൻ്റെ മറുപടി തരാനുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങൾ ഓർക്കണം, ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഈ രാജ്യം പല നാട്ടുരാജ്യങ്ങളായിരുന്നതിനെ ഒറ്റ രാജ്യമാക്കി തീർക്കാൻ വേണ്ടി അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. അതിൽ പ്രധാനികൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരല്ല, അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാരാക്കി പരിവർത്തനം ചെയ്ത് അവരിലൂടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം, ഒന്നാക്കി തീർക്കാൻ തക്കവണ്ണം അധ്വാനിച്ച ആളുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിലും എത്രമാത്രം സ്വാധീനം ചെലുത്തേണ്ടുന്നവരാണ് ആത്മീക ഗുരുക്കന്മാർ അല്ലെങ്കിൽ അച്ഛന്മാരും മെത്രാന്മാരും എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന് ഉപോത്ബലമായിട്ട് 2 പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന്, ഫ്രീ ഇന്ത്യ ദ സീഡ് ഓഫ് ലിബറേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇതൊരു ഇംഗ്ലീഷ് പുസ്തകമാണ്. 400 ചില്ലാനും പേജുകളുള്ള ഈ പുസ്തകത്തിന് 400 രൂപ വില മാത്രമേ വിലയുള്ളൂ. നിങ്ങൾക്ക് അത് വാങ്ങി വായിക്കുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യ വിമോചനത്തിൻ്റെ വിത്ത് എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതും നിങ്ങൾ മലയാളത്തിലാണിത്. ഇത് വാങ്ങി വായിക്കുമ്പോഴാണ് എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യമെന്നും എങ്ങനെ ഇന്നത്തെ ഈ നിലവാരത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു വന്നു, അതിന് കാരണക്കാരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചരിത്രത്തെ പലപ്പോഴും തമസ്കരിക്കുകയും അതിനെ ചാരം പുരട്ടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നടമാടിയിട്ടുണ്ട്, ഇപ്പോഴും നടമാടിക്കൊണ്ടിരിക്കുന്നു. ചരിത്രം കംപ്ലീറ്റായിട്ട് തിരസ്കരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ രാജ്യത്ത് ശരിയായ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളുകളിൽ നമുക്ക് എങ്ങനെ മുന്നേറണം എന്നുള്ളതിന് ഉപോത്ബലവുമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണിവ. ഇവ നിങ്ങൾക്ക് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കുമായിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങളുടെ ഓഫീസുമായിട്ടും ബന്ധപ്പെടുകയോ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ലഭ്യമാണ്. നമുക്ക് ആസാമിൻ്റെയും ബംഗാളിൻ്റെയും ജനവിധി അത് ഇന്ത്യൻ ജനാധിപത്യം നശിപ്പിക്കാനുള്ള ദൗത്യമായിരുന്നുവെന്ന് ചില ആളുകളൊക്കെ പറയുന്നതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. 2026 മെയ് 4 അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ 4 സംസ്ഥാനങ്ങളുടെയും പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത് നമുക്കറിയാം. സ്വന്തം സംസ്ഥാനത്തിലെ വിധിയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ശ്രീമതി മമതാ ബാനർജി പറഞ്ഞത് 100-ലേറെ സീറ്റുകൾ BJP കവർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കമ്മീഷനാണ്. ഇത് ഒരു അധാർമിക വിജയം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതും കേന്ദ്രസേനയുടെയും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര മന്ത്രിയുടെയും സഹായത്തോടു കൂടിയതും പൂർണ്ണമായും നിയമവിരുദ്ധവുമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിജി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആസാമും ബംഗാളും BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടെ കവർന്നെടുത്ത വ്യക്തമായ കേസുകളാണ് എന്നാണ്. ശ്രീമതി മമതയോടുകൂടെ ഞങ്ങൾ യോജിക്കുന്നു. അടുത്ത ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ മമതാ ബാനർജി ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ യഥാർത്ഥ ജനവിധിയുടെ പ്രതിഫലനമല്ല, ഇത് ക്രമബദ്ധമായ കൃത്രിമ ഇടപാടിൻ്റെ ഫലമാണ്. ഞങ്ങളെ തോൽപ്പിച്ചത് ജനങ്ങളല്ല, ഒരു ഗൂഢാലോചനയാണ് എന്നാണ് അവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായി കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതൊരു രാഷ്ട്രീയ മത്സരം മാത്രമല്ല, മുഴുവൻ സംവിധാനത്തിനെതിരായ പോരാട്ടമാണെന്നും ഈ ഫലം ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ശ്രീ രാഹുൽജി
മെയ് 5 എഴുതിയതായിട്ടുള്ള കോൺഗ്രസിലെയും മറ്റിടങ്ങളിലെയും ചിലർ തൃണമൂൽ കോൺഗ്രസിൻ്റെ തോൽവിയിൽ സന്തോഷിക്കുന്നു. അങ്ങനെയുള്ളവർ വ്യക്തമായി മനസ്സിലാക്കണം, അസമിൻ്റെയും ബംഗാളിൻ്റെയും ജനവിധി കവർന്നെടുക്കൽ BJPയുടെ ഇന്ത്യൻ ജനാധിപത്യം നശിപ്പിക്കാനുള്ള ദൗത്യത്തിലെ വലിയ മുന്നേറ്റമാണ്. ചെറുകിട രാഷ്ട്രീയങ്ങൾ മാറ്റിവെക്കുക. ഇതൊരു പാർട്ടിയെക്കുറിച്ചല്ല, ഇന്ത്യയെക്കുറിച്ചാണ്. ഈ തന്ത്രം മുമ്പും കണ്ടിട്ടുണ്ട്. മധ്യപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയുന്നു. മമതാ ബാനർജിക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു എന്നത് നിഷേധിക്കാനാവില്ല. ദുർഭരണം, അഴിമതി, വിവാദങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവ അവർക്കെതിരെ പ്രവർത്തിച്ചു. പക്ഷേ പശ്ചിമ ബംഗാളിൽ മമതയ്ക്കും കേരളത്തിൽ സഖാവ് പിണറായി വിജയനും തമിഴ്നാട്ടിൽ ശ്രീ MK സ്റ്റാലിനും എതിരായ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിച്ചപ്പോൾ അസമിലെ ഹിമന്ത വിശ്വ ശർമ്മയ്ക്കെതിരെ അത് പ്രവർത്തിക്കാതിരുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഇന്ന് പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ കണ്ടതിൽ ഏറ്റവും അഴിമതിയുള്ള മുഖ്യമന്ത്രി എന്ന ആരോപണം നേരിടുന്ന മുസ്ലിങ്ങൾക്കെതിരെ വിവേചനവും ഭീതി പരത്തലും നടത്തുന്നതായും സമുദായ ധ്രുവീകരണം ശക്തമാക്കിയതായും വിമർശിക്കപ്പെടുന്ന ഹിമന്ത വിശ്വ ശർമ്മയ്ക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഫലപ്രദമാകാതിരുന്നത് എന്തുകൊണ്ട്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണവിരുദ്ധ വികാരം സാധാരണവൽക്കരിക്കപ്പെടുകയും തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നതെങ്ങനെ? BJPയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ചേർന്ന് അസമിലും ബംഗാളിലും പ്രതിപക്ഷത്തിന് എങ്ങനെ തെരഞ്ഞെടുപ്പ് നഷ്ടമുണ്ടാക്കി എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡീലിമിറ്റേഷനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. രാജ്യവ്യാപക ഡീലിമിറ്റേഷൻ അടുത്ത വർഷം സെൻസസ് പൂർത്തിയായ ശേഷം സ്വതന്ത്ര ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആസാം നിയമസഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് നടത്തിയത്. ഇതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയരുകയാണ്. 2011 സെൻസസ് അടിസ്ഥാനമാക്കി ആസാമിൽ മണ്ഡല അതിർത്തികൾ പുനർനിർണയിച്ചതോടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറി. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ 35 നിന്ന് 22 കുറഞ്ഞു. 2026 തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDA 126ൽ 102 സീറ്റുകൾ നേടാൻ ഇത് സഹായിച്ചു. മണ്ഡലങ്ങളുടെ എണ്ണം 126 തന്നെ ആയിരുന്നെങ്കിലും അതിർത്തികൾ വൻതോതിൽ പുനർനിർണയിക്കപ്പെടുകയുണ്ടായി. ഇതോടെ മധ്യ സൗത്ത് അസമിലെ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം വോട്ടർമാരുടെ സ്വാധീനം കുറഞ്ഞു. അവരുടെ മണ്ഡലങ്ങൾ കൂടുതൽ മുസ്ലിം അല്ലാത്ത ജനസംഖ്യയുള്ള പ്രദേശങ്ങളായി ലയിപ്പിച്ചു. ഇത് ഭരണകക്ഷിയായ BJPക്ക് അനുകൂലമായി രൂപകൽപ്പന ചെയ്ത ഗെറിമാൻഡറിംഗ് ആണെന്ന് ആരോപിക്കപ്പെടുന്നു. 19 കോൺഗ്രസ് വിജയികളിൽ 18 പേരും സഖ്യകക്ഷികളുമായി ചേർന്ന് 24ൽ 22 പേരും മുസ്ലിങ്ങളാണ്. അതേസമയം BJPയും സഖ്യകക്ഷികളും നേടിയ 102 വിജയികളും ഹിന്ദുക്കളാണ്. അപ്പോൾ ഹിമന്ത വിശ്വ ശർമ്മ ആരോപിച്ചതുപോലെ കോൺഗ്രസ് ഇസ്ലാമിയ പാർട്ടിയായി ചുരുങ്ങിയെന്നാണ് ഇതിലൂടെ പ്രത്യക്ഷമാക്കപ്പെടുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നും മുമ്പ് ഗണ്യമായ ബംഗാളി മുസ്ലിം ജനസംഖ്യ ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് മാറി. 2021 കോൺഗ്രസും ബദറുദ്ദീൻ അജ്മലിൻ്റെ പാർട്ടിയും ശക്തമായിരുന്ന മേഖലകൾ ആയിരുന്നു ഇവയെല്ലാം തന്നെ. ഡീലിമിറ്റേഷനിലൂടെ 2024 ലോക്സഭയിൽ 14ൽ 11 സീറ്റുകളും ഇപ്പോൾ 126ൽ 102 നിയമസഭാ സീറ്റുകളും NDA നേടി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഏകപക്ഷീയ പ്രവർത്തനം 2025 ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊണ്ടുവന്ന SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വിവാദത്തിൽ നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാഠമൊന്നും പഠിച്ചില്ലെന്നാണ് ഒരു കൂട്ടം ആളുകൾ ആരോപിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 543ൽ 240 സീറ്റുകൾ മാത്രമേ നേടിയുള്ളൂ. അതിനാൽ വോട്ടർ പട്ടിക തിരുത്തൽ വഴി പുതിയ മാർഗം കണ്ടെത്താനാണ് കേന്ദ്രം ശ്രമിച്ചതെന്ന സംശയമുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അപൂർവമായ SIR പ്രക്രിയ നിർബന്ധമാക്കിയതെന്നും ആരോപിക്കപ്പെടുന്നു. ഇത് ജനപ്രാതിനിധ്യ നിയമം 1950 വകുപ്പ് 25നും രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾ 1964 റൂൾ 25നും വിരുദ്ധമാണെന്ന് വിമർശകർ പറയുന്നു. അപ്പോൾ പൗരത്വം തെളിയിക്കാൻ രേഖകൾ ആവശ്യപ്പെട്ടതിലൂടെ യോഗ്യരായ വോട്ടർമാരെ തന്നെ ഒഴിവാക്കുന്ന നടപടിയാണ്
ഇതിൽ കൂടെ സംഭവിച്ചത്. പശ്ചിമ ബംഗാളിൽ 91 ലക്ഷം വോട്ടർമാരെ പൗരത്വ രേഖകൾ ഹാജരാക്കാത്തതിനാൽ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൻ്റെ അധികാരപരിധി ലംഘിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ജോലി ഏറ്റെടുത്തുവെന്നാണ് വിമർശിക്കപ്പെടുന്നത്. അതേസമയം BJP ഭരിക്കുന്ന അസാമിൽ ഇതേ SIR നടപ്പാക്കിയില്ല. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ മാത്രമേ ഇത് നടപ്പാക്കിയതും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റമാണ് അടുത്ത ഇതിൻ്റെ മൂന്നാമത്തെ ഘടന. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട ഏകദേശം 500 ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലം മാറ്റി. ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർമാർ, SP-മാർ എന്നിവരുൾപ്പെടെ മുകൾ തട്ടിലെ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെട്ടു. സംസ്ഥാന സർക്കാരിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത് നടന്നു. കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഇത് ചോദ്യം ചെയ്തെങ്കിലും കോടതി ഇത് തള്ളിക്കളഞ്ഞു. ലോകസഭയുടെ മുൻ സെക്രട്ടറി ജനറൽ PDD ആചാര്യയുടെ അഭിപ്രായത്തിൽ ഇത്തരം സ്ഥലം മാറ്റങ്ങൾ പശ്ചിമ ബംഗാളിൻ്റെ ഭരണ സംവിധാനത്തെ മുടക്കിയിരിക്കുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിലെ പരാജയം. ഹിമന്ത ബിശ്വ ശർമ്മ മുസ്ലിങ്ങൾക്കെതിരെ നിരവധി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ആരോപിക്കപ്പെടുന്നു. മമതാ ബാനർജി അയച്ച പരാതികൾക്കും പ്രതികരണം ഉണ്ടായിട്ടില്ല. 2026 ഏപ്രിൽ 18 ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൂരദർശനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രസംഗവും വിവാദമായി. 29 മിനിറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെ 59 തവണ പരാമർശിച്ചു. സ്ത്രീ സംവരണ ബിൽ തള്ളിയതിനെ ഭ്രൂണഹത്യ എന്നും വിശേഷിപ്പിച്ചു. 700-ലധികം പ്രമുഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയെന്നാൽ നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കാനുള്ള ശ്രമമാണ് അഞ്ചാമതായിട്ട്. മാർച്ച് 12 193 പ്രതിപക്ഷ MP-മാർ അഥവാ 130 ലോകസഭ പ്ലസ് 63 രാജ്യസഭ MP-മാർ അടക്കം ചേർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. അദ്ദേഹം ഭരണകൂടത്തിന് കീഴടങ്ങിയിരിക്കുകയാണെന്നും ഭരണഘടനാ പദവിയുടെ ദുരുപയോഗം നടത്തിയെന്നും അവർ ആരോപിച്ചു. എന്നാൽ രാജ്യസഭാ ചെയർമാനും ലോകസഭാ സ്പീക്കറും ഇത് തള്ളിക്കളയുകയുണ്ടായി. പ്രതിപക്ഷം മുഴുവനും ആദ്യമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെതിരെ അവിശ്വാസം രേഖപ്പെടുത്തിയ സംഭവം ഇതാദ്യമായിട്ടാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഏകപക്ഷീയ നടപടികൾ തടയാൻ പശ്ചിമ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഏപ്രിൽ 6 വോട്ടർ പട്ടിക ഫ്രീസിംഗ് നീട്ടണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. അപ്പീൽ നൽകിയവർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകിയില്ല. ഇതിൻ്റെ ഫലമായി ഏകദേശം 27 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% വോട്ടർമാർ ബംഗാളിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് ആരോപണം. ഈ തവണ വോട്ട് ചെയ്യാനായില്ലെങ്കിലും അടുത്ത തവണ ചെയ്യാമല്ലോ എന്ന കോടതിയുടെ പരാമർശം ഏറെ വിമർശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ യഥാർത്ഥ ജനവിധി പ്രതിഫലിപ്പിക്കുന്നതിലല്ലെന്നും പൗരന്മാരുടെ വോട്ടവകാശത്തെക്കാൾ ഫ്ലോഡ് ഇലക്ഷൻ നടത്തിയെന്നും മുൻഗണന നൽകിയെന്നും വിമർശനം ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആശങ്ക അതാണ് ആറാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രതാപ് ഭാനു മെത്ത ദ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയത് ഈ ഫലങ്ങൾ BJPയുടെ അതുല്യമായ ദേശീയ തെരഞ്ഞെടുപ്പ് ശക്തിയെയും ഹിന്ദുത്വത്തിൻ്റെ ആശയപരമായ മേൽക്കോയ്മയെയും കൂടുതൽ ഉറപ്പിക്കുന്നു. ഹിന്ദു മുസ്ലിം ധ്രുവീകരണം മറ്റെല്ലാ വിഷയങ്ങളെയും മറികടക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉപയോഗം, സുപ്രീം കോടതിയുടെ നിയന്ത്രണം, SIR പ്രക്രിയയുടെ ഫലങ്ങൾ ഇതെല്ലാം BJPക്ക് ശക്തിയായി മാറുകയാണ്. ആസാം ബംഗാൾ മാതൃക ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. അപ്പം ഇത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നത് മുംബൈ യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പളായ ഡോക്ടർ രാമേന്ദ്ര സാറാണ്. അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ഒരു രാഷ്ട്രീയ അഭിപ്രായ ലേഖനത്തിൻ്റെ വിവർത്തനമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇത് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ആരോപണങ്ങൾ എഴുത്തുകാരൻ്റെ നിലപാടുകളാണ്. അത് പൊതുജനങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുവാൻ വേണ്ടിയിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തിലെ ഭരണ സംവിധാനങ്ങളും ഭരണതന്ത്രങ്ങളുമൊക്കെ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് ഓരോ പൗരനും വിലയിരുത്തണം.
ഓരോ പൗരനും അതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടാകണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവരോടൊപ്പം നിൽക്കുകയല്ല, മറിച്ച് അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഉദ്യമം നമ്മൾ നടത്തണം. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെയുള്ള ഐക്യവും സ്നേഹവും നിലനിർത്താൻ തക്കവണ്ണം ഇങ്ങനെയുള്ള ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ കൃത്യമായ പ്രതിഫലനങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലായിരുന്നാലും ജീവിത സംസാരങ്ങളിലായിരുന്നാലും ഉണ്ടാകണമേ എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോൺസൺ തേക്കടലച്ചൻ.